ഹലോ ഹായ് നമസ്കാരം. UVDVയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി മാസം 19-ാം തീയതിയിലത്തെയും 20-ാം തീയതിയിലത്തെയും പത്രങ്ങൾ ഒരുമിച്ച് ഞാൻ വായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് UVDV നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് മംഗലാപുരം വരെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ മംഗലാപുരത്ത് ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഇപ്പോൾ മലയാളം പത്രങ്ങൾ കിട്ടിയ ഭാഗ്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിച്ചിട്ട് ഈ UVDVക്ക് പ്രിപ്പയർ ചെയ്യാമെന്നാണ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു പത്രം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കുറേ ആ പരിസരത്ത് ഞാൻ താമസിച്ചതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നടന്നു നോക്കി, പക്ഷേ എവിടെയും പത്രം ഇരിക്കുന്നത് കാണുന്നില്ല. അങ്ങനെ 2 ദിവസം പോയി. ലാസ്റ്റ് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് പത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടു. ആ കൂട്ടത്തിൽ നിന്ന് ഒരു മലയാളം പത്രവും പിന്നെ ഒരു 3 ഇംഗ്ലീഷ് പത്രങ്ങളും ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് അതൊക്കെ വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് 20-ാം തീയതി വീട്ടിൽ വരുത്തിയിട്ടുള്ള നമ്മുടെ സ്ഥിരം പത്രങ്ങളുണ്ട്. അതുകൂടാതെ മംഗലാപുരത്തു നിന്ന് വായിച്ചിട്ടുള്ള പത്രങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലത്തെ പത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതൊരു ജോലി സാധ്യത അല്ലെങ്കിൽ ബിസിനസ് സാധ്യതയാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മലയാളത്തിൽ മനോരമയാണ് എനിക്ക് മംഗലാപുരത്ത് വാങ്ങിക്കാൻ കിട്ടിയത്. കണ്ണൂർ എഡിഷനാണ്. അതിൻ്റെ ഫ്രണ്ട് പേജിൽ ജാർഖണ്ഡിൽ ജാതി സർവേ നടത്താൻ തീരുമാനമായി എന്ന് പറയുന്നൊരു വാർത്തയുണ്ട്. വളരെ ചെറിയൊരു വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ഫ്രണ്ട് പേജിൽ ബാക്കി വാർത്തകളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ടാവും, ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതുപോലെ. ജാതി തിരിച്ചുള്ള സർവേ തീർച്ചയായും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് അവകാശങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ എത്രത്തോളം അർഹരാണ് എന്നുള്ളതും, കൂടുതൽ അവകാശങ്ങൾ വേണമെന്ന് പറയുന്ന ആളുകൾ സത്യത്തിൽ എത്രത്തോളം അർഹരാണെന്നൊക്കെ കൃത്യമായി കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന, പിന്നെ ഈ സംവരണമൊക്കെ ഇത്രയും കാലം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലത് എത്രത്തോളം നടപ്പിലായിട്ടുണ്ട്, എത്ര പേരാണ് അനീതിക്കിരയായിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ തീർച്ചയായും അത്തരത്തിലൊരു സെൻസസ് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് ഇന്നത്തെ പത്രങ്ങളിലും വളരെ പ്രാധാന്യത്തോടു കൂടി വന്നിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ ചൂട് കൂടുന്നു, താപനില വളരെയധികം വർദ്ധിക്കുന്നു എന്ന് പറയുന്നത്. പീരുമേട്ടിൽ 42 ഡിഗ്രി, അതിരപ്പള്ളിയിൽ 40.5 ഡിഗ്രി എന്നാണ് മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ മാപിനികളുടെ വിവരം അനുസരിച്ചാണ് ഈ ഒരു താപനിലയുള്ളത്. പക്ഷേ ഇത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അവരുടെ ഔദ്യോഗിക രേഖകളിലേക്ക് ചേർക്കാറില്ല. ബട്ട് സ്റ്റിൽ ചൂട് കൂടുതലാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനെ തുടർന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. ചില ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ യെല്ലോ അലേർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ അങ്ങനെ ജില്ല തിരിച്ച് എടുത്ത് പറയാത്തതിൻ്റെ ഒരു കാരണം, അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മാസങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മുൻകരുതലുകളുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വേനൽക്കാലത്ത് കൂടുതൽ വിയർക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദേഹത്തു നിന്ന് വെള്ളം മാത്രമല്ല പോകുന്നത്, അതിനോടൊപ്പം ഒരുപാട് ധാതു ലവണങ്ങൾ കൂടി നമുക്ക് മിസ്സാവുന്നുണ്ട്. കഞ്ഞി കുടിക്കുക, കരിക്കും വെള്ളം കുടിക്കുക, ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈ വരുന്ന 2-3 മാസം നമ്മൾ കൊണ്ടുവരേണ്ട വലിയ മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റൈറ്റപ്പ് മനോരമയുടെ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ചില പോയിന്റുകൾ എനിക്ക് തോന്നുന്നു മറ്റൊരു പത്രത്തിലും അത്രയും വ്യക്തമായി അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് നമുക്ക് ഇന്നത്തെ പത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ സംസാരിക്കാം. ആലപ്പുഴയിലെ കാട്ടൂരിലൊരു 7-ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും ഒരല്പം കുറഞ്ഞുപോയി എന്നെനിക്ക് തോന്നി. സ്കൂൾ യൂണിഫോമിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ വിദ്യാർത്ഥിയെ വീട്ടുകാർ കാണുന്നത്. അതിനെക്കുറിച്ച് കുട്ടിയുടെ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തലകറക്കം വന്നു. അപ്പോൾ അതിനെ തുടർന്ന് അയാളെയും കൊണ്ട് ഈ വെള്ളം എടുക്കാവുന്ന സ്ഥലത്തേക്ക് കൂട്ടുകാരും പോകുമല്ലോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു തലകറക്കം ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ 2 കൂട്ടുകാർ കൂടെ പോകില്ലേ. പക്ഷേ ആ സമയത്ത് ക്ലാസ്സിലെത്തിയ അധ്യാപകൻ ഈ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. അപ്പോൾ ഉടനെ കുട്ടികൾ ക്ലാസ്സിലേക്ക് ഓടി കയറുമല്ലോ. അപ്പോൾ പ്രസ്തുത അധ്യാപകൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ചൂരൽ വെച്ച് തല്ലി. അത് കൂടാണ്ട് ദേഹപരിശോധന നടത്തി. എന്തിനാണ് എന്നുള്ളത് അടുത്ത ചോദ്യത്തിലുണ്ട്. നീയൊക്കെ കഞ്ചാവാണല്ലടാ എന്നാണ് അധ്യാപകൻ ചോദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. അധ്യാപകൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മറ്റൊരു അധ്യാപിക ഇതേ കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിച്ചു. ക്ലാസ് വിട്ടതിന് ശേഷവും ഇതേ അധ്യാപകനും അധ്യാപികയും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ തുടർന്നുവെന്നും അതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തോടു കൂടിയാണ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് വാർത്തയിലുള്ളത്. ഈ കുട്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന സമയത്ത് കൂട്ടുകാരനോട് ചോദിച്ചത്രേ, ആ ബസ് സ്റ്റോപ്പിൽ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന്. അത്രയും പേടിയാണ് അവരെ ഫേസ് ചെയ്യാൻ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് 7 പഠിക്കുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോൾ ഒരു പരാതിയായിട്ടേ ഉള്ളൂ. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് ഇനി പോലീസ് അന്വേഷണത്തിലൊക്കെ വരാനുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇത് വളരെ 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 ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ്. ഒരുപാട് പേരുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട, സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കേണ്ട, അച്ഛനമ്മമാർ അറിഞ്ഞിരിക്കേണ്ട വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. കുട്ടികളോട് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അവരെ ഡീൽ ചെയ്യുമ്പോൾ
അതിന് അതിൻ്റേതായിട്ടുള്ള രീതികൾ വേണം. ചില അധ്യാപകർ അല്ലെങ്കിൽ നാട്ടുകാർ, ചില രക്ഷിതാക്കൾ വരെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, അവർ വേറെ ലെവലിലാണ്. അവർ ഏത് ലെവലിലാണെങ്കിലും കുട്ടികളെ ഡീൽ ചെയ്യുന്നതിന് ഒരു ലെവലുണ്ട്. ആ ലെവൽ വിട്ട് പെരുമാറാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ലെവലിൽ നിന്ന് പെരുമാറാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് യോഗ്യരല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എനിവേ, ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിയണം. മറ്റൊരു പ്രാധാന്യത്തോടുകൂടി നൽകപ്പെട്ടിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വാഹനം അത് ഓടിച്ചിരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് പിഴ നൽകേണ്ട സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ഡിസംബർ 12 നടന്ന കാര്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നവകേരള സദസ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ എസ്കോട്ടായിട്ട് പോയിട്ടുള്ളൊരു വാഹനമാണിത്. പിന്നെ വാഹനത്തിന് ഒരു പരസ്യമായിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും വണ്ടിയുടെ മോഡലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതിൽ പരസ്യോദ്ദേശങ്ങൾ ഉണ്ടാവില്ലായിരിക്കും അല്ലേ. മറ്റൊരു കാര്യം, എനിക്ക് വളരെ സെൻസിബിളായി മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് തോന്നി. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു വാർത്ത, ഒരു ഫോട്ടോ പോലെ ഇൻസ്റ്റഗ്രാമിൽ ആരോ ഷെയർ ചെയ്ത് കണ്ടത്, ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ളൊരു അങ്ങനൊരു ഫോട്ടോയാണ് ഞാൻ കണ്ടത്. പക്ഷേ അതിന് ഡീറ്റെയിൽഡ് വാർത്തയിലേക്ക് വരുമ്പോൾ, വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കേരളം വിടുന്നു എന്ന പ്രചാരണത്തിൽ വലിയ കഴമ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്ര അവസരം ഒരുക്കിയാലും ഈ കുടിയേറ്റം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. അത് അവരുടെ അവകാശത്തിൻ്റെ പ്രശ്നം കൂടിയാണ്, ഈ കുടിയേറ്റം നടത്തുന്ന ആളുകളുടെ അവകാശം കൂടിയാണ്. എങ്കിലും കുറച്ചു പേരെയെങ്കിലും തിരിച്ചെത്തിക്കാൻ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും മികവിൻ്റെ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത്, നമ്പർ 1, ഇവിടെ ജോലിയില്ല എന്നുള്ളത് കൊണ്ടല്ല, ഇവിടെ ചെയ്യുന്ന അതേ ജോലി ഇന്ത്യക്ക് പുറത്ത് പോയി ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പെക്റ്റും ശമ്പളവും, അവിടെ നമുക്ക് കിട്ടുന്നൊരു ലൈഫ് സ്റ്റൈലും, അവിടെ സാമൂഹികമായി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ കൂടുതൽ സാധ്യതകളുണ്ട്. അത് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ കുഴപ്പമാണ്, ഇന്ത്യ മൊത്തത്തിൽ അങ്ങനെയല്ല, ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇന്ത്യ ഒട്ടാകെ നാട് വിട്ട് പുറത്തേക്ക് പോകുന്ന പുതിയ യങ് ആയിട്ടുള്ള ജനറേഷൻ്റെ ഒരു കൊഴിഞ്ഞുപോക്ക് എന്ന് പറയുന്നത് ചർച്ച തന്നെയാണ്. പിന്നെ വിദേശത്താണ് എന്നുള്ളത് അത് പറയുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ സോഷ്യലി നമ്മളത് അനലൈസ് ചെയ്യേണ്ട, പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നത്. പിന്നെ പോകുന്നവരുടെ അവകാശമാണ്, അവർക്ക് പോകാൻ അവകാശമില്ല, ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ പോകാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെ തേടിയാണോ അവരിവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ കാനഡയിൽ പോയി പഠിക്കുന്നു, UK പോയി പഠിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അവിടെ പോയി ഇവിടുത്തെ സ്കൂളും കോളേജും ഒന്നും കൊള്ളില്ല, അതുകൊണ്ട് അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത്. പഠിച്ച് ജോലി നേടി അവിടെ സെറ്റിലാവാൻ പറ്റുമോ, അവിടെ PR കിട്ടുമോ എന്നൊക്കെയാണ് നോക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു ടോട്ടൽ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചാണ് ഉണ്ടാവേണ്ടത്. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികളും സമ്പ്രദായവും മാറ്റിയാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഈ കുടിയേറ്റം. വളരെ ശക്തമായ പഠനങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷേ മുഖ്യമന്ത്രി ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞത് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അത് അവരുടെ അവകാശത്തിൻ്റെ പ്രശ്നവും കൂടിയാണ്. ഇനി അടുത്ത ഒരു ഇംഗ്ലീഷ് പത്രത്തിലേക്കാണ്, ദി ഹിന്ദു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് ഞാൻ മംഗലാപുരത്ത് എത്തിയപ്പോഴാണ് അവിടെ നിന്ന് ഇത് വായിച്ചത്. എൻ്റെ റേഡിയോ ജീവിതത്തിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങൾ അങ്ങനെ കാര്യമായി വായിച്ചിട്ടില്ല. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ എടുത്ത് മറിച്ച് നോക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒത്തിരി ഡീപ്പായിട്ട് വായിക്കാൻ പോകാറില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ നമുക്ക് UVDV ചെയ്യുമ്പോൾ ഓരോ വാർത്തയും നമ്മൾ വിശദമായിട്ട് വായിക്കണമല്ലോ. അങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ പല വാർത്തകളിലൂടെയും പോയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അത് വരും ദിവസങ്ങളിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ചാനലിലെ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ 75% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ആകെ 25% പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ട് നിങ്ങൾക്ക് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പത്രങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. ഈ പത്രം കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വേണമല്ലോ നമ്മളിത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് ആണെങ്കിലും ഷെയർ ചെയ്താണെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം മാംഗ്ലൂർ എഡിഷൻ ഹിന്ദു ആണ് ഞാൻ വായിച്ചത്. സ്വാഭാവികമായും കർണാടകയുടെ നേട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കർണാടകയാണ് ഏറ്റവും അധികം EV ചാർജിങ് സ്റ്റേഷൻസ് ഉള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ എന്നുള്ളതാണ് വാർത്ത. ഇലക്ട്രിക് കാറുകളുടെ, ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ, ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ എണ്ണത്തിലൊരു ഗണ്യമായ വർധന ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വാർത്ത വായിക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ വിയ മല്ലക്കരയുടെ സിസ്റ്റർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു മംഗലാപുരത്ത്. അപ്പം പുള്ളിക്കാരിയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാർ എടുത്തല്ല പോയത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചു. ഈ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. അവിടെ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോറിക്ഷയുണ്ട്. അതായത് നമ്മൾ കൈ കാണിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഒരു വലിയ വിഭാഗം ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. അപ്പോൾ അതിങ്ങനെ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, ഇവിടെ കൂടുതൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇത്രയും ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഞാനും ആലോചിച്ചു, ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ
എണ്ണം അവിടെ കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ കിട്ടുന്നൊരു സപ്പോർട്ടും അതിനോടൊപ്പം ചാർജിങ് സ്റ്റേഷൻസിൻ്റെ എണ്ണം, അതാണ് മെയിൻ വാർത്ത. 5059 ചാർജിങ് സ്റ്റേഷൻസോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻസ് ഉള്ള സംസ്ഥാനമായി കർണാടക മാറുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ്, 3079 EV ചാർജിങ് സ്റ്റേഷൻസ്. ഡൽഹിയാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത്, 1886 ചാർജിങ് സ്റ്റേഷൻസ് ഡൽഹിയിലുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ആകെ 958 ചാർജിങ് സ്റ്റേഷൻസാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത് പറയുമ്പോൾ ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാം. നമ്മുടെ ഈ EV ഒക്കെ ഇത്രയും വലിയൊരു സംഭവമാവുന്നതിന് മുമ്പ് കുറച്ച് കാറുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു, പിന്നെ ഇലക്ട്രിക് ബൈക്ക്, സ്കൂട്ടർ പരിപാടികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ അനിയൻ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. എടാ, നമുക്ക് ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയാലോ, നല്ലൊരു ഇൻവെസ്റ്റർ കണ്ടുപിടിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കും ജോലിയുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ യൂട്യൂബ് ചാനലും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അവനാണെങ്കിലും ഹെൽത്ത് വൈസ് അത്രയും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പുറകെ ഇറങ്ങി നടക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥയിലും അല്ല. പക്ഷേ അവൻ ആ ബിസിനസ് ഐഡിയ എന്നോട് പറയുന്ന സമയത്ത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്രയോ ആളുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്, അച്ഛനെ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് നമുക്കൊരു ബിസിനസ് ചെയ്യണം, ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടണം, ജോലി ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റില്ല, ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടണം, ഇതൊക്കെ പറയേ. പക്ഷേ ആർക്കും എന്ത് ബിസിനസ് ചെയ്യണമെന്നറിയില്ല, ഇനി ചെയ്യുകയാണെങ്കിൽ ഏത് വഴിക്ക് പോകണമെന്നുള്ളതും അറിയില്ല. ഇപ്പോൾ എൻ്റെ അനിയൻ എന്നോട് ഈ ഒരു ബിസിനസ് ഐഡിയ പറയുന്ന സമയത്ത് സ്കൂട്ടറുകളും ഒക്കെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രിക് കാറുകൾ അത്ര കോമൺ ആയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ കേരളത്തിൽ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് കാണാൻ പറ്റും. ഇനിയും ആ എണ്ണത്തിൽ വർധനവുണ്ടാവും. ഞാൻ പോലും ഇപ്പോൾ ഒരു കാറ് അല്ലെങ്കിൽ ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഇലക്ട്രിക് എടുക്കാനാണ് താല്പര്യം തോന്നുന്നത്. കാരണം പണ്ടൊരു 200 കിലോമീറ്റർ റേഞ്ചുള്ളൊരു ഇലക്ട്രിക് കാർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നമ്മുടെ സിറ്റിക്കകത്തല്ല നമുക്ക് എവിടെ പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്ത് വരുന്ന EV ട്രാവൽ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. കാര്യം അത്രയും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ EVകളുടെ എണ്ണം കൂടും, സ്വാഭാവികമായും ചാർജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഈ ഹോം ഡെലിവറി പോലെ വന്ന് ചാർജ് ചെയ്യുന്ന സ്റ്റേഷൻസാണ്. അതായത് ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്ത് ബാറ്ററിയിൽ ചാർജ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടി വന്നിട്ട് നിങ്ങളുടെ EV എവിടെയാണോ കിടക്കുന്നത്, നിങ്ങളുടെ ഇലക്ട്രിക് വെഹിക്കിൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ വന്ന് ചാർജ് ചെയ്ത് തന്നിട്ട് പോകും. ചാർജ് ഈടാക്കുന്നതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സ്റ്റിൽ അത് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ വന്ന് ഈ ഹോം ഡെലിവറി പോലെ വന്ന് ചാർജ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ അതൊരു ബിസിനസ് സാധ്യതയാണ്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ 958 ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇനിയും കൂടിക്കഴിഞ്ഞാലും കൂടുതൽ EV ഒക്കെ ലോഞ്ച് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ മൊത്തത്തിൽ നമ്മളൊന്ന് നോക്കി കാണുമ്പോൾ അതൊരു ബിസിനസ് സാധ്യതയാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ആരെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നലത്തെ പത്രങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അച്ഛനെ ജോലിക്ക് പോയി മടുത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടണം, ഈ മാനേജറിൻ്റെയൊക്കെ ചവിട്ടും കുത്തും സഹിച്ച് ഒരു രക്ഷയില്ലടാ, സാലറിയും കൂടണില്ല എന്നൊക്കെ പറയുന്ന പരിഭവങ്ങളുമായി നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയാം, മച്ചാനെ നമുക്കൊരു ഇൻവെസ്റ്റർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നറിയണം എന്ന് വിചാരിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു EV സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, സ്ഥലമെടുപ്പ് എങ്ങനെയാണ്, ഇതിൻ്റെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വേണ്ടത്, ടോട്ടൽ എത്ര പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, എത്ര നാളുകൾക്കുള്ളിലാണ് ബ്രേക്ക് ഈവൻ ആവാൻ പറ്റുക, എത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ മനസ്സിലാക്കി ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡോടുകൂടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കളറാവാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണ്. കളറാവട്ടെ. മറ്റൊരു പ്രധാന വാർത്ത ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. കേരളത്തിൽ നമ്മുടെ റേഷൻ കടകളിൽ സെൽഫി പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു. ഇലക്ഷനൊക്കെ വരാൻ പോവാണല്ലോ. അപ്പോൾ റേഷൻ കടകളുടെ മുമ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്നൊരു കട്ടൗട്ടും പിന്നെ മോദിയുടെ ഗ്യാരണ്ടിന്നും അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ സ്ലോഗനും കൂടി വെച്ചിട്ട് അതിനടുത്ത് നിന്ന് സെൽഫി എടുക്കാനുള്ള സെൽഫി പോയിന്റ് ഇത് സ്ഥാപിച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേരളം പറഞ്ഞു ആ പരിപാടി ഇവിടെ നടക്കില്ല. ഈ അരി വാങ്ങാൻ വരുന്നവരുടെ ആത്മാഭിമാനത്തിനെ വരെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ കട്ടൗട്ട് വെക്കാൻ പോകുന്നില്ല, സെൽഫി പോയിന്റ് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം നിലപാട് തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുണ്ട്. 2022 പൊങ്കലിൻ്റെ സമയത്ത് ഗിഫ്റ്റ് പാക്കറ്റുകൾ കൊടുത്തപ്പോൾ അവിടെ ആരും ഇതുപോലെ മന്ത്രിമാരുടെ പടമൊന്നും വെച്ചിട്ടല്ല അത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സെൽഫി പോയിന്റ് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിക്കും എൻ്റെ അഭിപ്രായത്തിലും അരി കൊടുത്ത് അന്നദാതാവായി അതുവഴി ദൈവമാകാനുള്ള ഒരു കുറുക്ക് വഴി, അതുവഴി ഇലക്ഷന് കുറച്ച് വോട്ട് കിട്ടാനുള്ള കുറുക്ക് വഴി, അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മറ്റ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നി. പിന്നെ അത് മാത്രമല്ല, മംഗലാപുരം എഡിഷൻ ആയതുകൊണ്ട് തന്നെ കർണാടക, അവിടുത്തെ മന്ത്രിമാർ, അവിടുത്തെ മന്ത്രിസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ഗവർണർ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ വാർത്തകൾ പോകുന്നത് പോലെ തോന്നി. ഇനി നമുക്ക് ഇന്നത്തെ പത്രങ്ങളിലേക്ക് വരാം. ഫെബ്രുവരി മാസം
20-ാം തീയതി. ദേശാഭിമാനിയിൽ നിന്ന് തുടങ്ങുമ്പോൾ അവരുടെ ഫ്രണ്ട് പേജിലുള്ള വാർത്ത എന്ന് പറയുന്നത് നാടിൻ്റെ കരുതലിൽ കുഞ്ഞുമേരി സുരക്ഷിത എന്ന് പറയുന്നതാണ്. കേരളത്തിന് നന്ദി എന്ന് അച്ഛനമ്മമാർ. ബീഹാർ സ്വദേശികളായ അച്ഛനമ്മമാരുടെ മകളെ 2 വയസ്സുള്ള കുഞ്ഞിനെ കാണാതായി 19 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് ആ കുട്ടിയെ ജീവനോടെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതിപ്പോൾ വളരെ കുറച്ച് നാളത്തെ ഇടവേളകൾക്കുള്ളിൽ അങ്ങനെ കണ്ടെത്തപ്പെടുന്ന 2ാമത്തെ ബാലികയാണിത്. 2 തവണയും പോലീസ് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമൊക്കെ ചില മാധ്യമപ്രവർത്തകർ ഞങ്ങളാണ് കേട്ടോ അതൊക്കെ കണ്ടുപിടിക്കുന്നതും തെളിയിക്കുന്നതൊക്കെ, പോലീസ് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ സംഭവങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ പോലീസ് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനി അവരുടെ 5ാമത്തെ പേജിൽ ഒതുക്കിയിട്ടുള്ള വാർത്തയാണ്. അതേ വാർത്ത തന്നെ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഒരു 5-1 അവർ കൊടുത്തിരിക്കുന്നത് ആ വാർത്തയാണ്. അതേ വാർത്ത നമ്മൾ മനോരമയിലേക്ക് ചെല്ലുമ്പോൾ മനോരമയുടെ ഹാഫ് പേജ് വാർത്ത അതാണ്. അത് ഫ്രണ്ട് പേജിലാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ 7ാമത്തെ പേജിൻ്റെ ഒരു 80% ആ വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ആൻഡ് ദ വാർത്ത ഈസ് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു എന്ന് പറയുന്നതാണ്. കണക്ക് പറയേണ്ടി വരും എന്നാണ് മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. ദേശാഭിമാനിക്ക് അത് വളരെ ചെറിയ ഒരു വാർത്തയാണ്. 5ാം പേജിലേക്കാണ് ആ വാർത്ത മാറുന്നത്. ചന്ദ്രശേഖരൻ വധം ശിക്ഷ ശരിവെച്ചു. CPIM ജില്ലാ സെക്രട്ടറി P. മോഹനനടക്കം 22 പേരെ വെറുതെ വിട്ടത് ഹൈക്കോടതി ശരിവെച്ചു. വിചാരണ കോടതി വെറുതെ വിട്ട 2 പേർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വിചാരണ കോടതി വെറുതെ വിട്ട 2 നേതാക്കൾ കുറ്റക്കാർ എന്ന് എഴുതിയിട്ടുണ്ട്. 9 പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ 26-ന് വാദം കേൾക്കും. അതായത് ഇനി വാദം ഉണ്ടാവും. അതിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാദമാണ്. പിന്നെ P. മോഹനനടക്കം 22 പേരെ വെറുതെ വിട്ടത് ശരിവെച്ചു എന്നുകൊണ്ട്. ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് CPMനെ പ്രതിസന്ധിയിലാക്കുന്നതാണിത് എന്ന് മാതൃഭൂമി നിരീക്ഷിക്കുന്നുണ്ട്. 2012 നടന്ന സംഭവമാണ്. ഇനി വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയുമായി ബന്ധപ്പെട്ട് ഗതാഗത സെക്രട്ടറിയായ ബിജു പ്രഭാകർ വാർത്തകളിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതാണ് വാർത്ത. പുതുതായിട്ട് ഡോക്ടർ K. വാസുകി ഗതാഗത സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയാണ്. പിന്നെ മറ്റു പത്രങ്ങളിൽ ഞാൻ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, ഇനി ചെറുതായിട്ടോ വലുതായിട്ടോ മറ്റു പത്രങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, നവകേരള സദസ്സിന് വേണ്ടി 20 മതിലുകളാണ് പൊളിച്ചിട്ടുള്ളത്. അതിൽ 7 മതിലുകൾ ഇതുവരെ പുതുക്കി പണിതിട്ടില്ല എന്നുള്ളതാണ്. നവകേരള സദസ്സിനും തുടർന്ന് വരുന്ന മുഖാമുഖത്തിനുമായി ഇതുവരെ പൊളിച്ച 20 മതിലുകളിൽ 7 മതിലുകൾ ഇനിയും പുതുക്കി പണിതിട്ടില്ല. 8 ജില്ലകളിൽ നിന്നായി നവകേരള സദസ്സിന് വേണ്ടി 19 മതിലുകളാണ് പൊളിച്ചത്. മനുഷ്യർക്കിടയിലുള്ള മതിലുകൾ പൊളിയട്ടെ, മതങ്ങൾ തീർക്കുന്ന മതിലുകൾ പൊളിയട്ടെ, ജാതീയമായ മതിലുകൾ പൊളിയട്ടെ, ഇല്ലേ, വിവേചനങ്ങളുടെ മതിലുകൾ പൊളിയട്ടെ. അങ്ങനെ നമ്മൾ പൊളിക്കാൻ പറയുന്ന മതിലുകൾ ഇതൊക്കെയാണെങ്കിലും പൊളിക്കപ്പെട്ട മതിലുകൾ ശരിക്കുള്ള മതിലുകളാണ്. എന്നാൽ മറ്റേ മതിലുകളിലും പൊളിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ആൻഡ് രാഷ്ട്രീയ എതിരാളികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു മതിലിനെ കുറിച്ചാണ്. അത് വനിതാ മതിലാണ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പൊളിച്ചിട്ടിരിക്കുന്ന 20 മതിലുകളുണ്ടല്ലോ, അതിൽ 7 പണിയാനുണ്ടല്ലോ. സംഘാടക സമിതി, MLA ഫണ്ട്, SSA ഫണ്ട്, പഞ്ചായത്ത് തുടങ്ങിയവയുടെ ഫണ്ട് മുഖേനയാണ് ഈ പൊളിച്ച മതിലുകൾ പുതുക്കി പണിയാനുള്ള തീരുമാനമായിട്ടുള്ളത്. ഞാൻ ആലോചിക്കുക, MLA ഫണ്ടിൽ നിന്നും MP ഫണ്ടിൽ നിന്നും ഒക്കെ എടുത്ത് മതിൽ പണിയട്ടെന്നേ. MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ മുടക്കി പുതുക്കി പണിത മതിൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറത്തങ്ങോട്ട് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക 50 ലക്ഷം രൂപയ്ക്ക് ഏത് മതിലാണ് പണിയുന്നത്? അങ്ങനെ എന്തെങ്കിലും സംശയം ഈ പണിയുന്ന ചിലവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബസ് സ്റ്റോപ്പുകളും ബസ് സ്റ്റാൻഡുകളൊക്കെ ഒന്ന് നോക്കുക. MLAയുടെയും MP-യുടെയൊക്കെ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ, ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ കോടികളൊക്കെ എഴുതാൻ തുടങ്ങും. അങ്ങനെ പുതുക്കി പണിതിട്ടുള്ള ഒരുപാട് ബസ് സ്റ്റോപ്പുകളും സ്റ്റാൻഡുകളും ഒക്കെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സുപ്രീം കോടതിയെയാണ് ഈ വിമർശിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇക്കാലത്താണ് ശ്രീകൃഷ്ണൻ കുചേലൻ കൊണ്ടുവന്ന അവല് സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ആരെങ്കിലും ഒരു ഹർജി കൊടുത്തേനെ. കോടതി ആ ഹർജി പരിഗണിച്ച് ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനാണ് എന്ന് വിധിച്ചേനെ. അടുപ്പുള്ള ആൾക്കാരെ കാണുമ്പോൾ വികാരങ്ങൾ പ്രകടിപ്പിച്ചാൽ മാത്രം മതി, സമ്മാനം വാങ്ങണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണല്ലോ, എന്തൊരു കൃത്യതയായിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ശ്രീകൃഷ്ണൻ കുചേലന് വീടും പരിപാടിയൊക്കെ പണിത് കൊടുത്തെന്ന് പറയുമ്പോൾ, പഴയ ദൂരദർശൻ സീരിയലുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ ഇതിങ്ങനെ കാണിക്കുന്നു, ഇവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ പോകുന്നു, അത് പ്രസം പോലെ വിടർന്നു വന്നിട്ട് കുചേലൻ്റെ വീടിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അത്ഭുത പ്രവർത്തിയാണ്. പക്ഷേ ഇക്കാലത്താണ് കുചേലന് ശ്രീകൃഷ്ണൻ വീട് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്യുക? കാശ് മുടക്കി സിമൻറ്റും മണലും കല്ലും ഒക്കെ ഇറക്കണമല്ലോ. ആസ് എ ഭരണാധികാരി ഇദ്ദേഹത്തിന് ഇതൊക്കെ വാങ്ങാനുള്ള പണം എവിടെ നിന്നായിരിക്കും കിട്ടുക? ജനങ്ങളുടെ നികുതി പണമാണ്. ഞാനടക്കം നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പഴയ കൂട്ടുകാരനോ ബന്ധുവിനോ ഒരു വീട് പണിത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു കൊട്ടാരം വെച്ച് കൊടുത്തു, പിന്നെ അതിൻ്റെ പേരിൽ ലേശം അവില് വാങ്ങിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിമതിയാണ്. അതായത്
ആർക്കെങ്കിലും ഒരാൾക്ക് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും അനർഹമായ സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ പേരിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ അത് അഴിമതിയാണ്, കൈക്കൂലിയാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി മാതൃഭൂമി കോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ചുമതല ദൈവം എന്നിൽ അർപ്പിച്ചിരിക്കുകയാണ്. ദൈവം അങ്ങനെ പലതും അർപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ വോട്ട് ചെയ്ത ജനങ്ങൾ അമ്പലം പണിയാന്നുള്ള ചുമതല മാത്രമായിരിക്കില്ലല്ലോ അർപ്പിച്ചിട്ടുണ്ടാവുക. പിന്നൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം കണ്ടത് വയോ സെൻറ്ററുകൾ എന്നൊരു പരിപാടി നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പോവുകയാണ്. അത് കണ്ണൂരായിരിക്കും ആദ്യം വരിക എന്നും പറയുന്നുണ്ട്. വയോ സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വാർദ്ധക്യത്തിലേക്ക് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഒരു വരുമാനമുണ്ട്. പിന്നെ ഈ ഒരു പ്രായത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ തനിച്ചാണ് താമസിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാൻ, സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് വയോ സെൻറ്ററുകൾ ചെയ്യുന്നത്. സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി പെയ്ഡ് വാസസ്ഥലങ്ങൾ വരുന്നു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. അതായത് ഈ വയോ സെൻറ്ററിൽ ഞാൻ താമസിക്കുകയാണെങ്കിൽ, എനിക്ക് വയസ്സായി, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, പക്ഷേ എനിക്ക് വരുമാനമുണ്ട്. ഞാൻ അവിടെ താമസിക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ വാടക, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള ചിലവുകളൊക്കെ ഞാൻ തന്നെ വഹിക്കണം. അതായത് ഞാൻ പെയ്ഡായിട്ട് അവിടെ താമസിക്കുന്നു. പക്ഷേ വെള്ളം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ നോക്കിക്കോളും. അപ്പോൾ എനിക്കെന്താണ് തിരിച്ചു കിട്ടുക? സുരക്ഷിതമായി കുറേ ആളുകളോടൊക്കെ ഒപ്പം സന്തോഷമായിട്ട് രസമായിട്ട് ജീവിക്കാൻ പറ്റും. എനിക്കിതൊരു പോസിറ്റീവ് പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ഒറ്റയ്ക്കാവുക, അത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നൊരു പ്രശ്നം മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ജീവനും ആരോഗ്യത്തിനും ത്രെട്ടായി മാറാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ. അത്തരം പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതൊരു സഹായമായിരിക്കും. തീർച്ചയായും 2 കൈ നീട്ടി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് വയോ സെൻറ്ററുകൾ ഫീൽ ചെയ്തത്. അവിടെ നമ്മൾ മനോരമയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ TP വധക്കേസിൽ വിധി ശരിവെച്ച് ഹൈക്കോടതി, അതെ അവർ കുറ്റക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയായിട്ട് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും കേരള മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ചൊരു കേസാണ്. അതിന് അത്രയും പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ 3 പത്രങ്ങൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. മനോരമ ഈ ന്യൂസ് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്തത് എന്ന് പറയുന്നൊരു ചോദ്യമൊന്നും അല്ലാതെ, മലയാളികളെ ഞെട്ടിച്ച, നമ്മൾ എത്രയോ കാലം ചർച്ച ചെയ്ത, ഇന്നും ആളുകളുടെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു കേസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാദവും വിധിയൊക്കെയാണ്. അപ്പം അത് ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുക്കണം. ഇനി മറ്റു പത്രങ്ങളെല്ലാം പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ മനോരമ കുറച്ച് കൂടുതൽ വിവരങ്ങൾ കൊടുത്തു എന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ കുറച്ച് പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. അതായത് ഈ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മളൊക്കെ നമ്മുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ജോലി ചെയ്യിപ്പിക്കരുത് ആളുകളെ കൊണ്ട് എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ വെയിലത്ത് ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് പറയുന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അധികാരപ്പെട്ട ആളുകൾ നേരിട്ട് ഇൻസ്പെക്ഷൻ ഇറങ്ങുകയും അത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതും പല വാർത്തകളിലായിട്ടുണ്ട്. അപ്പോൾ മനോരമ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ 1, ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, കരിക്കും വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ ധാരാളം കുടിക്കുക. നമ്മളിപ്പോൾ വിയർക്കുന്നു എന്ന് പറയുമ്പോൾ വെള്ളം മാത്രമല്ലല്ലോ ശരീരത്തിൽ നിന്ന് പോകുന്നത്, നമുക്ക് ആവശ്യമുള്ള ഒരുപാട് മിനറൽസും കൂടി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളമാണെങ്കിലും കരിക്കും വെള്ളമാണെങ്കിലും അത് നമുക്ക് തരുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക, എണ്ണ പലഹാരങ്ങൾ കുറച്ചുകൊണ്ട്, പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക. കുട്ടികളെ പുറത്തിറങ്ങി കളിക്കാൻ, പ്രത്യേകിച്ച് വെയിൽ വളരെ കൂടുതലുള്ളൊരു സമയത്ത് പുറത്തിറങ്ങി കളിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുക. വെക്കേഷനാണ് ഇനി വരാൻ പോകുന്നത്. ഇനിയുള്ള 2 മാസങ്ങളിലും തീർച്ചയായും ചൂട് വളരെ കൂടുതലായിരിക്കും. ഈ കാറ്റ് കടന്ന് ചൂട് പുറത്തു പോകത്തക്ക വിധത്തിൽ വീടിൻ്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക എന്നുള്ളതാണ്. കൊച്ചി പോലൊരു സ്ഥലത്തൊക്കെ താമസിക്കുന്ന എന്നെയൊക്കെ സംബന്ധിച്ച് വൈകുന്നേരം ജനലും വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊതുക് വന്ന് ഹെലികോപ്റ്ററിന് എടുത്തുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകും. പക്ഷേ പകൽ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. മാത്രമല്ല വീടിനകത്തുള്ള ചൂട് കെട്ടി നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ ഒഴിവാകാനും അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. മറ്റൊന്ന്, ഇളം നിറത്തിലുള്ള കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നുന്നത്. വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറുകളിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകരുത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ശരിയാ, വെയിലത്ത് കുട്ടികൾ അങ്ങനെ അകത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ചൂടെടുക്കില്ലേ എന്ന്. ഇതിൻ്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്താണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 8-10 വർഷങ്ങളായിട്ടുണ്ടാവും. വാർത്ത ഇങ്ങനെയായിരുന്നു, ഒരു അപ്പൂപ്പനോ അമ്മാവനോ എന്തോ ആണ് കുട്ടികളെയും കൊണ്ട് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി വന്നു. കുട്ടികളെ കാറിനകത്ത് ഇരുത്തിയിട്ട്, കുട്ടികൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാർ ലോക്ക് ചെയ്തിട്ട് പോയി. ഈ അകത്തിരുന്ന കുട്ടികൾ ചൂടത്ത് അവർ പോയി. ആ കുട്ടികളെ പിന്നെ ജീവനോടെ കിട്ടിയിട്ടില്ല. ഒരു നിമിഷ നേരത്തെ ശ്രദ്ധയുടേതാണ്. കുട്ടികൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലായി പോകുക എന്ന് പറയുന്നത്, അതിനകത്ത് ചൂട് കൂടും, അതുപോലെ തന്നെ അവിടെ പ്രഷർ വേരിയേഷൻസ്, അങ്ങനെ ഒരുപാട് എലമെൻറ്റുകൾ അവിടെ സംഭവിക്കാനുണ്ടല്ലോ. അതുപോലെ പിന്നീട് സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി കാറിനകത്ത് ഇങ്ങനെ ആയി എന്ന് മനസ്സിലായപ്പോൾ ഒരാൾ ചില്ല് പൊട്ടിച്ചു എന്ന് പറയുന്നൊരു വാർത്തയാണ്. അത് എക്സാക്റ്റ് വാർത്ത എനിക്ക് ഓർമ്മയില്ല, പക്ഷേ വേറൊരാൾ ആ ചില്ല് പൊട്ടിച്ച് കുട്ടിയെ രക്ഷിച്ചു എന്ന് പറയുന്നൊരു കാര്യം
നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ലോക്ക് ചെയ്തിട്ടുള്ള കാറിൻ്റെ ഉള്ളിൽ കുട്ടികളെ ഇരുത്തിയിട്ട് പോയി, ഗ്ലാസ് ഫുള്ള് കയറ്റിയിട്ടിട്ട് അങ്ങനെ ഇരുത്തിയിട്ട് പോയിട്ടുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അച്ഛനമ്മമാർ തൊട്ടടുത്തുള്ള കടയിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും. നമുക്ക് വലിയ തിരക്കില്ലെങ്കിൽ, കാര്യം ഇതൊരു കുട്ടികളുടെ ജീവനും ആരോഗ്യമൊക്കെയാണ്, പറ്റുമെങ്കിൽ അവരെ കണ്ടിട്ട് ആ ഗ്ലാസ് ഒന്ന് കുറച്ച് താഴ്ത്തിയിട്ട്, കുട്ടികൾ ചാടി പോകാത്ത രീതിയിൽ കുറച്ചൊന്ന് താഴ്ത്തി വെച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കൂടെ കൊണ്ടുപോവുക. എന്താണ് കുറച്ച് നേരം കുട്ടിയെ കൈ പിടിക്കുക എന്ന് പറയുന്ന ഒരു അസൗകര്യം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങളാകുമ്പോൾ വാശി പിടിക്കുക, ഓടാൻ നോക്കും, ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിലൊരു വലിയ അപകടമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ ഈ അപകട സാധ്യത വളരെ കൂടുതലുമാണ്. ഒരുപാട് വാർത്തകളൊന്നും ഉണ്ടാവില്ല, എല്ലാ കാലത്തും ഒത്തിരി വാർത്തകളൊന്നും നമ്മൾ കേട്ടു എന്ന് വരില്ല. പക്ഷേ ഇങ്ങനൊരു അപകട സാധ്യതയുണ്ട്, അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനി ഈ വാർത്തകളിൽ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചൂട് കൂടുമ്പോഴാണ് ആളുകൾക്ക് വെള്ളത്തിൽ ചാടാൻ തോന്നുന്നത്. ഏതെങ്കിലും പുഴയുണ്ടോ, ആറുണ്ടോ, തോടുണ്ടോ, അവിടെയൊക്കെ ഒന്ന് ഇറങ്ങുക, കുളിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചും ഈ പറയുന്ന ആവേശം വളരെ കൂടുതലായിരിക്കും. ഒരു 10, 13, 14 വയസ്സുള്ള കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഒരു പുഴ ആറും കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നീന്താൻ അറിയുന്ന ആളാണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ എടുത്ത് ചാടും. പക്ഷേ നമ്മുടെ കുട്ടികളല്ലേ, നെക്സ്റ്റ് ജനറേഷനല്ലേ, നമുക്ക് എന്തെങ്കിലും കാണിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വേനൽ കടുക്കും തോറും വെള്ളം കാണുമ്പോൾ എടുത്തു ചാടാനുള്ള ആ ഒരു ത്വര ഒന്ന് മാറ്റി നിർത്തിയാൽ നന്നായിരിക്കും. എടുത്ത് ചാടുന്നതിന് പകരം അവിടെ കുളിക്കാൻ ഇറങ്ങാമോ എന്നൊക്കെ നോക്കി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം ജലാശയങ്ങളിലേക്ക് ഇറങ്ങുക. അത് വെയിൽ കൂടുമ്പോൾ വെയിലില്ലാതെ ഉണ്ടാകുന്നൊരു അപകടമാണ്, അതും കൂടി പറയണമെന്ന് തോന്നി. ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരം വരാൻ പോകുന്നു എന്ന് പറയുന്നൊരു കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മളിപ്പോൾ ടെസ്റ്റൊക്കെ എടുക്കുമ്പോൾ മറ്റേ കമ്പിയൊക്കെ കുത്തി വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ആണല്ലോ. പക്ഷേ അതൊക്കെ എടുത്ത് മാറ്റി ഈ വരച്ച വരയുണ്ടല്ലോ, അതിലൂടെ എങ്ങനെ ഓടിക്കുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക എന്നുള്ളത്. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് കുറച്ചുകൂടി കർശനമാക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിഗ്സാഗ് ഡ്രൈവിംഗ്, പിന്നെ കയറ്റത്തുനിന്ന് പുറകോട്ട് വരാതെ എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഉറപ്പായും വിജയിക്കേണ്ട പരീക്ഷകളായിട്ട് മാറുകയാണ്. പക്ഷേ ഈ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടത്താനുള്ള സ്ഥല സൗകര്യ പരിമിതികളുണ്ടല്ലോ. കളിസ്ഥലവും ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രൗണ്ടുകളും പുറമ്പോക്ക് ഭൂമിയുമാണ് ബാക്കിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായതിനാൽ ടെസ്റ്റിംഗ് സ്ഥലം സജ്ജമാക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകളാണെന്ന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരും അവരുടെ അസോസിയേഷനും ഒക്കെ ഇത് ഞങ്ങൾക്ക് കൂടുതൽ ബാധ്യത നൽകുന്നതാണ്, ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞൊരു നിവേദനം കൊടുക്കുകയോ കുറച്ച് ദിവസം ഒരു സമരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കഴിയുമ്പോൾ ഇതിൽ ചെറിയൊരു അയവ് വരുത്താനുള്ള സാധ്യത, അങ്ങനെ അയവ് വരുത്താതിരിക്കട്ടെ. കാരണം ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ലൈസൻസ് കിട്ടി, ഇനി ധൈര്യമായിട്ട് വണ്ടി റോഡിലേക്ക് ഇറക്കുക. അങ്ങനെ ഇറക്കി ഇങ്ങനെ കണക്കൊക്കെ പഠിച്ച് അവിടെ ഇവിടെയൊക്കെ തട്ടി മുട്ടി ഉരച്ച് സെറ്റായിട്ടൊക്കെയാണ് ഡ്രൈവിങ്ങിൽ പലരും എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അതത്ര നല്ലൊരു കാര്യമല്ല. പഠിച്ച് തെളിഞ്ഞു കഴിഞ്ഞിട്ട് ലൈസൻസ് എടുത്താൽ മതി, അതല്ല ഇതിൻ്റെ ബ്യൂട്ടി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.